ബ്രസീലിയൻ ഇതിഹാസം സാക്ഷാൽ നെയ്മർ ജൂനിയർക്കെതിരെ പന്ത് തട്ടിയ ഒരുത്തൻ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് ഞെട്ടും. നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളൂ. അങ്ങനെ ഒരുത്തനെ മലപ്പുറം എഫ് സി കൊണ്ടുവരികയാണ്. ബോങ്ങാനി സുങ്ങു എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ സെൻട്രൽ മിഡ്ഫീൽഡറെയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഈ സൗത്ത് ആഫ്രിക്കൻ സെൻട്രൽ മിഡ്ഫീൽഡർ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ടും സൗത്ത് ആഫ്രിക്കയിലെ നിരവധി ലീഗുകളിലും പിന്നീട് അൻഡോറൻ ലീഗിലും ഫ്രഞ്ച് ലീഗിലും സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ലീഗിലും ഒക്കെ ആയിട്ട് ഒരുപാട് ലീഗുകളിൽ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. ഫ്രഞ്ച് ലീഗ് ക്ലബ്ബായിട്ടുള്ള അമീൻ എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന സമയത്താണ് അമീൻ എഫ് സിക്ക് വേണ്ടി അമീൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്, എഫ് സി അല്ല സ്പോർട്ടിംഗ് ക്ലബ്ബ്, എസ് സിക്ക് വേണ്ടി കളിക്കുന്ന സമയത്താണ് നെയ്മർ ജൂനിയർക്കെതിരെ പന്ത് കിട്ടിയത്. ഏതായാലും ലീഗ് 1 എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അല്ല സൂപ്പർ ലീഗ് കേരളയിലേക്ക് വരിക എന്ന് പറയാൻ ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ മലപ്പുറം എഫ് സിയുടെ കാര്യം നോക്കുമ്പോൾ ഇത്തിരി കഷ്ടമാണ്. അവർ എല്ലാ തവണയും കിടിലം പ്ലേയേഴ്സിനെ കൊണ്ടുവരും, ഒരുപാട് ബഡ്ജറ്റ് വാരി ഇറക്കും. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് മറ്റു ചില ക്ലബ്ബുകൾ നല്ല രീതിയിൽ താരങ്ങളെ സൈൻ ചെയ്യുന്ന മലപ്പുറത്തിന്റെ മൂട്ടിലിട്ട് പൊട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കാലിക്കറ്റും കണ്ണൂരും എല്ലാം വളരെ നല്ല രീതിയിൽ മലപ്പുറത്തിനെ ടാക്കിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപാട് അവകാശവാദങ്ങളും ആരാധകരും കൂടെ ഉള്ളത് മലപ്പുറത്തെയാണ്. ഇത്തവണയെങ്കിലും അവർക്ക് വിരോധികളുടെ അണ്ണാക്കിൽ അഗ്നിവർഷം നടത്താൻ കഴിയട്ടെ. നെയ്മർക്കെതിരെ കളിച്ച താരത്തിനെയൊക്കെ ബോങ്ങാനി സുങ്ങു ഒക്കെ നന്നായിട്ട് കളിക്കട്ടെ എന്നൊക്കെ പ്രതീക്ഷിക്കുക. ഏതായാലും സൂപ്പർ ലീഗ് കേരളയിൽ എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് കാത്തിരിക്കും.